ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ. പനി മാറിയെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഉള്ള പനി കുറഞ്ഞിട്ടുണ്ട്. സൗണ്ട് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം നമുക്ക് സ്ഥിരമായിട്ട് വീഡിയോ ഒന്നും അങ്ങോട്ട് ഇടാനായിട്ട് പറ്റുന്നില്ല. എന്താ പറ്റിയെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. ഷോർട്ട് വീഡിയോ പോലും എനിക്ക് എടുക്കാനായിട്ടുള്ളൊരു മനസ്സില്ല. എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എനിക്ക് എന്നെ ഭ്രാന്താന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ എല്ലാ സ്ഥലത്തും മഴയാണ്. 2-3 ദിവസമൊക്കെ വെച്ചിട്ട് നമുക്ക് മഴയൊക്കെ കിട്ടുന്നുണ്ട് ചെറിയ തോതിൽ. കുറച്ച് വെള്ളമൊക്കെ കിണറിലായിട്ടുണ്ട് കേട്ടോ. അതായത് നമുക്ക് മോട്ടർ ഇടാനായിട്ട് പറ്റി. അപ്പോൾ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കാൻ ദോശ ഉണ്ടാക്കിക്കൊണ്ടേ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ഇങ്ങനെ അനിയത്തി ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് കറിയൊക്കെ വെച്ച് സാമ്പാറായിരുന്നു, സാമ്പാർ വെച്ചു. അനിയത്തി ഇവിടെ ദോശ ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ എന്നും ദോശയാണോ എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. ഇവിടെ ദോശ ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ദോശ ഉണ്ടാക്കുന്നത്. പിന്നെ ഈ മാവ് ഇങ്ങനെ അരച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം ആണെങ്കിലും ഇഡ്ഡലി ആണെങ്കിലും ദോശ ആണെങ്കിലും ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ മാവൊക്കെ അരച്ച് വെച്ചത് കൊണ്ട് രാവിലെ ദോശയൊക്കെ ഉണ്ടാക്കി. രാവിലെ അങ്ങ് കറണ്ട് പോയത് കൊണ്ട് അന്നത്തെ ദിവസം കറണ്ടില്ലായിരുന്നു കേട്ടോ. ഒട്ടും മൊബൈലിലും ചാർജൊന്നും ഇല്ലായിരുന്നു. പിന്നെ കുറച്ച് വീഡിയോ എടുത്ത് വെച്ചത് കൊണ്ട് ഞാനങ്ങ് എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ പാത്തുക്കുട്ടി അവിടെ എണീറ്റിട്ടുണ്ട്. പല്ലൊക്കെ തേക്കാണ്. മദ്രസയുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ അവൾ പല്ല് തേക്കുന്നത് കൊണ്ട് ഞാനിങ്ങ് അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമൊക്കെ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പൈപ്പ് തുറന്ന് വിട്ട് കളിക്കും, അതുകൊണ്ട് വെള്ളമൊക്കെ അങ്ങ് പാഴായി പോകത്തില്ലേ. അപ്പം ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ പാത്രത്തിലെടുത്ത് വെച്ച് കൊടുക്കും. ഇതേ എടുക്കാവൂ, വേറെ പൈപ്പിൽ ഇത് തൊടരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് കയറുന്നത്. ഇവിടെ കേൾക്കാനാണ്. ചിലപ്പോൾ കേൾക്കത്തൊന്നുമില്ല കേട്ടോ. ചിലപ്പോൾ പൈപ്പ് തുറന്ന് വിടും. അപ്പോൾ ഞാനാണെങ്കിൽ പിന്നെ വന്ന് കൊച്ചിന് കാപ്പിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് മദ്രസയിലൊക്കെ കൊണ്ടാക്കി. അപ്പോൾ രാവിലെ കുറച്ച് നവരയില കൊണ്ടുവന്നിട്ട് വെള്ളമൊക്കെ തിളപ്പിച്ച് ആവിയൊക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ശ്രദ്ധിക്കുന്നത് കൊണ്ട് പാത്തുവിന് ജലദോഷവും പനിയൊന്നും ആവുന്നില്ല കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ ഞാൻ കിടത്തത്തില്ല, മാറ്റിയാണ് കിടത്തുന്നത്. അതുകൊണ്ട് പനിയൊന്നും ആയിട്ടില്ല ആളിന്. ഇല്ലെങ്കിൽ എനിക്ക് ജലദോഷം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറകെ അവൾക്ക് വരാറുണ്ട്. അപ്പോൾ അന്ന് മദ്രസയൊക്കെ വിട്ട് കൊച്ചിനെ കൊണ്ടുവന്നതിന് ശേഷമാണ് പിന്നെ ഞാൻ വീഡിയോ അങ്ങോട്ട് എടുത്തത് കേട്ടോ. അപ്പോൾ ഇത് കറി നാരങ്ങയാണ്. ഈ നാരങ്ങ കറി വെക്കുക, അതായത് അച്ചാർ പോലെ ആക്കിയെടുക്കുക, എനിക്ക് അങ്ങനെ അത്ര അറിയത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഇതിൻ്റെ പുറത്ത് ആ വെള്ളത്തൊലി ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ കളഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെയല്ല ഇങ്ങനെ കളയാൻ പാടില്ല എന്നാണ് എൻ്റെ അനിയത്തി എൻ്റെ അടുത്ത് പറഞ്ഞത്. ആ ഒരു പച്ചയുണ്ടല്ലോ, അതിൻ്റെ പുറംതൊലി മാത്രം ചെറുതായിട്ടൊന്ന് കളയുക, പിന്നെ അരിഞ്ഞെടുക്കുക, അങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ എനിക്കത് അറിയാത്തതുകൊണ്ട് ഞാൻ നല്ലതുപോലെ ചെത്തി അങ്ങ് കളഞ്ഞു. പിന്നെ അതിൻ്റെ അകത്ത് ആ ഒരു നാമ്പ് മാത്രമാണ് എടുത്തത് കേട്ടോ. ഞാൻ അത് കറി ഇങ്ങനെ വെച്ചിട്ടില്ല. ഉമ്മച്ചി വെക്കുന്നത് കണ്ടിട്ടേ ഉള്ളൂ. എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. പിന്നെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കി. പക്ഷേ ഇത് അരിഞ്ഞെടുക്കുന്നതിൻ്റെ രീതി, അതായത് ആ വെള്ളത്തൊലി പോകാൻ പാടില്ല എന്നൊന്നും എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് വല്ലതും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കെ. ഞാൻ എന്തായാലും നല്ലതുപോലെ കളഞ്ഞ് എൻ്റെ അരിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കുന്നുണ്ട്. അച്ചാറിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കറണ്ട് ഇല്ലാത്തത് കൊണ്ട് തന്നെ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. കറണ്ട് ഇപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിൽക്കുന്നത് കറി വെക്കാൻ വേണ്ടിയിട്ടേ. പക്ഷേ കറണ്ട് വന്നില്ല. രാവിലെ 9 മണിക്ക് പോയതാണ്. അപ്പോൾ വാപ്പാടെ മൊബൈലിൽ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതും ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു. പിന്നെ പോയി നോക്കിയപ്പോൾ മനസ്സിലായി ഇന്നത്തെ ദിവസം വൈകുന്നേരം നോക്കിയാൽ മതിയെന്ന് കേട്ടോ. അപ്പോൾ ഞാൻ നാരങ്ങയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് അതങ്ങ് കറിയാക്കാനായിട്ട് പോവുകയാണ്. കടുകും ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കുന്നുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഞാൻ ആ കണ്ട വീഡിയോയിൽ ചേർത്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിൽ ചേർക്കാതിരിക്കുന്നത്. പക്ഷേ വെളുത്തുള്ളി ചേർക്കണമെന്നാണ് പിന്നെ ഞാൻ അറിഞ്ഞത്. പക്ഷേ എനിക്കറിയത്തില്ല, ഞാൻ ആ കണ്ട വീഡിയോയിൽ ഒരു വെളുത്തുള്ളി ചേർത്തിട്ടില്ല. വെളുത്തുള്ളി ഇഞ്ചി അങ്ങനെയൊന്നും അവർ ചേർത്തിട്ടില്ല കേട്ടോ. അതേ ഞാൻ ഇതിൽ മുളക് പൊടി ഇടുന്നുണ്ട്. എരിവിന് ആവശ്യമുള്ള മുളക് പൊടി, മഞ്ഞൾ പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കായപ്പൊടി, ഉലുവാപ്പൊടി അങ്ങനെയൊക്കെയാണ് കേട്ടോ. അച്ചാർ തന്നെയാണ്, അച്ചാറിൻ്റെ അതേ ഇത് തന്നെയാണ്. പിന്നെ അതിലേക്ക് നാരങ്ങ തട്ടി കൊടുത്ത് മിക്സ് ആക്കുക. പിന്നെ ഒരു നാരങ്ങ വലുപ്പത്തിന് പുളി എടുത്ത് വെള്ളത്തിലോട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പഴംപുളി ആണെങ്കിൽ അത്രയും നല്ലതെന്നാണ് ആ വീഡിയോയിൽ പറഞ്ഞത്. ഇത് പഴംപുളി അല്ല. പക്ഷേ ഇത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ ആ ഒരു പുളിവെള്ളവും കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാവേ. പിന്നെ ആ ഒരു പുളിപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു തുണ്ട് ശർക്കരയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർക്കാമെന്നാണ് അതിൽ പറഞ്ഞത്. ഞാനിപ്പോൾ ശകലം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, കണക്കിനുള്ള ഉപ്പൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഒഴിക്കുന്നില്ല. പിന്നെ ഇത് ശർക്കര ഇട്ടിട്ട് നന്നായിട്ട് അവിടെ അങ്ങ് തിളക്കട്ടെ. ആ ടൈമിന് ഇനി കറണ്ടിനെ നോക്കി ഇരുന്നിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പോയി അമ്മിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് അരയ്ക്കാനൊക്കെ പോവാട്ടോ. നല്ല നെയ്യുള്ള ചാളയാണ് കൊണ്ടുവന്നത്. ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ
ചാളയൊക്കെ ചാള കിട്ടി അതിൽ മുട്ട കാണുമല്ലോ, പനഞ്ഞിലെന്ന് ഞാൻ പറയും, ഇവിടെ പറയും. അപ്പോൾ മുട്ട കിട്ടിക്കഴിഞ്ഞാൽ അതിങ്ങനെ വരട്ടിയും വറുത്തും ഒക്കെ കഴിക്കുന്ന കാണുമല്ലോ. ഞാനിവിടെ ചാള കിട്ടിക്കഴിഞ്ഞാൽ തുരന്ന് നോക്കാറുണ്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്. പക്ഷെ അതിലൊന്നും കിട്ടത്തില്ല. അന്ന് കൊണ്ടുവന്ന ചാള നോക്കിയപ്പോഴത്തേക്കും അതിൻ്റെ അകത്ത് പനഞ്ഞിലുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ അങ്ങനെ വരട്ടിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനെടുത്ത് പറക്കി വെട്ടി മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട്. നാരങ്ങ അവിടെ ഒന്ന് തിളച്ച് നല്ല കറിപ്പരുവം ആവുന്നത് വരെ അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് ഞാൻ ഒന്ന് തേങ്ങയൊക്കെ അരയ്ക്കുകയാണ് കേട്ടോ. ഒരുപാട് സമയം നോക്കിയിട്ടുണ്ടായിരുന്നു കറണ്ട് വരുമെന്ന്. അപ്പോൾ മെസ്സേജ് കണ്ടപ്പോൾ പിന്നെ മനസ്സിലായി ഇന്നത്തെ ദിവസം വൈകുന്നേരം നോക്കിയാൽ മതിയെന്നുള്ളത്. അപ്പോൾ ഇതേ അമ്മിയിൽ തന്നെ അരച്ചെടുക്കുകയാണ് കേട്ടോ. ഈ അമ്മിക്ക് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട് നന്നായിട്ട് അരഞ്ഞൊന്നും കിട്ടത്തില്ല. ഒത്തിരി നാളായി കൊത്തിയെടുത്തിട്ട് കേട്ടോ. അതുകൊണ്ട് പണ്ടങ്ങാണ്ട് കൊത്തിയതാണ്. പിന്നെ അതിലങ്ങനെ അരപ്പൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ വലുതായിട്ട് അരഞ്ഞു വരത്തില്ല. ആ ഒരു പ്രശ്നമേ ഉള്ളൂ. പിന്നെ എൻ്റെ അരപ്പിൻ്റെ ഒരു ഭംഗി വെച്ചും നന്നായിട്ട് അരപ്പരഞ്ഞു വരത്തില്ല. അപ്പോൾ എന്തായാലും അമ്മിയെ ശരണം, നമുക്ക് കറണ്ട് ഇല്ലാത്തത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ അരപ്പൊക്കെ അരച്ച് വെച്ചു. പാത്തുവിന് കുറേ നേരം കൊണ്ട് ഒരു സൗണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാൻ മുറ്റത്ത് പോയി നോക്കിയതാട്ടോ. അപ്പോൾ അവിടെ മുല്ലപ്പൂവൊക്കെ പറിക്കുന്ന ബഹളമൊക്കെയാണ്. പാമ്പിനെ പേടിച്ച് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇറക്കി വിടാറില്ല. അപ്പം ഞാനും കൂടെ പോയിട്ട് ആ ഉള്ള പൂവൊക്കെ ഒന്ന് പറിച്ച് സഹായിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പൂവിൻ്റെ മണം എനിക്കെന്തോ അങ്ങോട്ട് പറ്റത്തില്ല. പൂവ്, സ്പ്രേ, സെൻറ്റ്, അതുപോലെ പൗഡർ, ക്രീം ഒന്നും പറ്റത്തില്ല കേട്ടോ. തലവേദനയാണ്. അപ്പം തലവേദന എടുക്കും. അപ്പോൾ പൂവൊക്കെ പറിച്ചു കൊടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിലോട്ട് കയറി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നാരങ്ങക്കറി ഇവിടെ ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നല്ലതുപോലെ വെന്ത് ഉടഞ്ഞ് ഒന്ന് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ലാസ്റ്റാണ് ഞാൻ കുറച്ച് ഉലുവയുടെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ കറി അവിടെ സെറ്റായിട്ടുണ്ട്. മീൻകറിയൊക്കെ ഞാൻ ഇതിനിടയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളി തോരനായിരുന്നു കേട്ടോ. അതൊക്കെ അങ്ങ് റെഡിയാക്കി. പിന്നെ ഞാൻ ദേ ചാള വെട്ടിക്കഴുകിയപ്പം പനിഞ്ഞിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതും കുറച്ച് കൊച്ചുള്ളി. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ചെയ്യുന്നത്. എൻ്റെ ഒരു സ്റ്റൈലിൽ ഞാൻ ചെയ്യുന്നതാണ്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതും കുറച്ച് കൊച്ചുള്ളി അധികമായിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് വേണേൽ ഇടാവേ. കുറച്ച് എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇട്ടിട്ട്, പിന്നെ പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ഒരു ലേശം മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങ് വറ്റിച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ വെളിച്ചെണ്ണയ്ക്കകത്ത് കിടന്നിങ്ങനെ ഒന്ന് മൊരിഞ്ഞ് ഒന്ന് വഴണ്ട് ഒരു വഴണ്ട് വരിക കേട്ടോ. അത്രയും മതി. എനിക്ക് ഇങ്ങനെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് ചോറും കൂടെയൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാനിങ്ങനെയാണ് ആക്കിയെടുത്തത് കേട്ടോ. അങ്ങനെ പൊരിച്ചെടുത്താൽ പിന്നെ ഒന്നും ഇല്ലല്ലോ, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ആക്കിയെടുത്തത്. പിന്നെ അതിലേക്ക് കുറച്ച് ചോറും ചക്ക വേവിച്ചതൊക്കെ ഉണ്ടായിരുന്നു, അതും കൂടെയൊക്കെ ഇട്ട് അങ്ങോട്ട് നന്നായിട്ട് പുരട്ടി അങ്ങോട്ട് കഴിച്ചു കേട്ടോ. ഇച്ചിരി നാരങ്ങ അച്ചാറും കൂടെയൊക്കെ എടുത്തിട്ടുണ്ട്. ഈ നാരങ്ങക്കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് പോലെ തോന്നി. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. തമ്പനെയിൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ചോദിച്ചിട്ടുണ്ട്, ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ബൈ.